ദേശീയ ഗാനവും വന്ദേ മാതരവും ഒക്കെ പാടുമ്പോൾ നിശബ്ദമായിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഒരു മൗലികാവകാശമാണ്. ഒരു കഥ പറയാം. 1985 കോട്ടയം ജില്ലയിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്ന ബിജോയ് ഇമ്മാനുവലിനെയും അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാരെയും സ്കൂൾ അധികൃതർ പുറത്താക്കി. ദേശീയ ഗാനം പാടുമ്പോൾ മൗനമായിരിക്കുന്നു എന്നതായിരുന്നു കാരണം. യഹോവയുടെ സാക്ഷികൾ എന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഈ വിദ്യാർത്ഥികൾക്ക് ദേശീയ ഗാനം പാടുന്നതിന് മതപരമായി വിലക്കുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഈ വിദ്യാർത്ഥികളുടെ വാദമനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പ്രകാരം മറ്റുള്ളവർക്ക് പാടാൻ സ്വാതന്ത്ര്യമുള്ള പോലെ ഫ്രീഡം ഓഫ് സൈലൻസ്, ഞങ്ങൾക്ക് നിശബ്ദമായിരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒരു മൗലികാവകാശമായി അംഗീകരിച്ചു തരണം എന്നതായിരുന്നു. പ്രമാദമായ ഈ ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ സുപ്രീം കോടതി പറഞ്ഞ വിധി ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 പ്രകാരം ദേശീയ ഗാനം പാടേണ്ടവർക്ക് പാടാനും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അല്ലാത്തവർക്ക് നിശബ്ദമായിരിക്കാനും ഫ്രീഡം ഓഫ് സൈലൻസും ഒരു മൗലികാവകാശമാണ്. അതുകൊണ്ട് തന്നെ ദേശീയ ഗാനമോ വന്ദേ മാതരമോ പാടേണ്ടവർക്ക് പാടാനും അല്ലാത്തവർക്ക് നിശബ്ദമായിരിക്കാനും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു വിശാല കാഴ്ചപ്പാടിൻ്റെ പേരാണ് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്.